1412 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ എൻ ഗോപികൃഷ്ണൻ സാറാണ്. സാറ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും DMO ആയിട്ട് റിട്ടയർ ചെയ്തു. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ പാലക്കാട് CMO ആയിട്ട് നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. ഓണററി കൺസൾട്ടന്റ് ഇന്നോവേഷൻ തൃശ്ശൂർ പ്രവർത്തിക്കുന്നു. അതുപോലെ 40 വർഷത്തെ ചികിത്സാനുഭവമുള്ള സാറ് ബാച്ച് ഫ്ലവർ മരുന്നുകളും അതുപോലെ മാഗ്നറ്റോ തെറാപ്പിയിലും പ്രശസ്തനാണ്. കൂടാതെ സാറ് നമുക്ക് പിരമിഡ് തെറാപ്പിയില് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മുദ്രകൾ 5 മുദ്രകളുടെ ക്ലാസ് എടുക്കാമെന്ന് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. സാർ ഇന്ന് ചികിത്സാനുഭവങ്ങൾ എന്ന വിഷയമാണ് ഇന്ന് ഉള്ളത്. ബാക്ക്ലർ റെമഡിയുടെ ക്ലാസ്സുകളും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനായി ഡോക്ടർ എൻ ഗോപികൃഷ്ണൻ സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് തുടങ്ങാം. സാറുണ്ടല്ലോ? കേൾക്കാം. കേൾക്കാം കേൾക്കാം സാർ. എൻ്റെ വന്ധ്യപിതാവ് മരിച്ചുപോയ അപ്പക്കുട്ടമേനോനെ, എൻ്റെ ഗുരുനാഥ മാതാമൃതാനന്ദമയി ദേവി, ഡോക്ടർ സാമുൽ ഹരിമാനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ മാത്രം പറഞ്ഞ് ബാക്കി വീണ്ടും ഫ്ലവർ റെമഡീസിലേക്ക് നമ്മൾ ഈ പ്രാവശ്യം നമുക്ക് പോകും. മുദ്ര തെറാപ്പിയെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ തരാം. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ബാഷ്ഫ്ലവർ റെമഡീസിൽ ഫ്ലവർ ഹോളി എന്നുള്ള ഡ്രഗിനെ കുറിച്ച് പഠിക്കാം. ഈ മുദ്ര തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് എലോങ് വിത്ത് അവർ മെഡിസിൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ഒരു കാര്യങ്ങളാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് മുദ്ര തെറാപ്പി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള മുദ്രകളും, ഇപ്പോൾ നമുക്ക് LDL കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം, തൈറോയിഡ് പ്രോബ്ലത്തിന് നമ്മൾ എന്ത് മുദ്ര ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം ചെയ്താൽ അതിന് ഫലവത്താകും, കോൺസെൻട്രേഷൻ കൂടാൻ ഏത് മുദ്രയാണ് ഉപയോഗിക്കുന്നത്, പാനിക് അറ്റാക്ക് വരുന്ന ആൾക്കാണ് എന്ത് മുദ്ര ചെയ്യണം, ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് മുദ്ര ഉപയോഗിക്കണം. അപ്പോൾ ഈ മുദ്രകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിപ്സ് ഓഫ് ഫിംഗേഴ്സ് എല്ലാം ഹൈലി നെർവ് സെന്റേഴ്സ് ആണ്. ഈ നെർവ് സെന്റേഴ്സിനെ നമ്മൾ ഉത്തേജിപ്പിക്കുക. നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സിഗ്നൽ ബ്രെയിനിലേക്ക് കിട്ടും. ഈ കിട്ടുന്നതിന് ഓരോ മുദ്രയ്ക്കും നമ്മൾ ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ 5 വിരലിലെയും ഇതിനെ ഫയർ എലിമെന്റ് എന്നാ പറയാ. രണ്ടാമത്തേതിന് എർത്ത് എലിമെന്റ്, ഇത് സ്കൈ സ്പേസ്, ഇത് എയർ, ഇത് വാട്ടർ. ഈ 5 എലിമെന്റ്സ് ആണ് നമ്മുടെ ബോഡി പഞ്ചഭൂതങ്ങളെ കൊണ്ട് ശരീരം ഉണ്ടായിരിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങളുടെ ബാലൻസിങ് ആണ് നമ്മൾ വിവിധതരം മുദ്രകൾ കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതിനെ ഉത്തേജിപ്പിച്ച് അതിനെ ബാലൻസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഫയർ എലിമെന്റ് നമ്മുടെ കയ്യിൻ്റെ പ്രത്യേകത നോക്കിയിട്ടുണ്ടോ? ഈ ഫയർ എലിമെന്റ്, അതായത് നമ്മുടെ തമ്പ്, ഈ 4 വിരലുകളിൽ നിന്നും വ്യത്യസ്തമായ ഡിസ്റ്റന്റ് ആയിട്ടാണ് നമുക്കിത് ദൈവം തന്നിരിക്കുന്നത്. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫയർ ഏതിനോട് കൂടി ചേരുന്നുവോ അവിടെ എല്ലാം ഡിസ്റ്റർബൻസ് ജാസ്തിയായി വരും. ഫയർ എയറിനോട് ചേർന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എർത്തില് എയറെല്ലാം പോയിട്ട് വായുസ്തംഭനം ഉണ്ടായി അറ്റ്മോസ്ഫിയറിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. വാട്ടറിനോട് ചേർന്ന് കഴിഞ്ഞാൽ നേരിയ പോയിട്ട് വാട്ടർ സ്കേഴ്സിറ്റി നമുക്ക് നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം വരും. എർത്ത്, വാട്ടറിനോട് ചേർന്ന് കഴിഞ്ഞാൽ വാട്ടറിൽ നേരിയ വിട്ട് മഴ, നമ്മൾ അത്തരം കാര്യങ്ങൾ കിട്ടില്ല. സ്പേസിൽ പോയി കഴിഞ്ഞാൽ ഓസോൺ ലെയറിനെ ഇല്ലാണ്ടാക്കി ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ ഫയർ എലിമെന്റിനെ നമ്മൾ 4 ഫിംഗേഴ്സിനോട് മാറ്റി 4 എലിമെന്റിനോട് ഡിസ്റ്റൻസ് ആയി കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ 4 എലിമെന്റ്സിനോട് ഫയർ ചേരുമ്പോഴാണ് നമ്മൾ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. അതിനെ എങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ നെർവ് സെന്റേഴ്സിനെ, ബ്രെയിനിലെ നെർവ് സെന്റേഴ്സിനെ നമുക്ക് ഉത്തേജിപ്പിക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പണ്ട് നമ്മള് പള്ളിക്കൂടങ്ങളൊക്കെ, നമ്മുടെയൊക്കെ തലമുറയ്ക്ക് മുമ്പുള്ള ആൾക്കാരൊക്കെ എഴുത്തുപള്ളി അല്ലെങ്കിൽ ആശാ പള്ളിക്കൂടത്തെ പഠിച്ച ആൾക്കാരാണ് അല്ലേ. അവിടെ അവര് നമ്മളെ പഠിപ്പിച്ചിരുന്നത് ഈ ചൂണ്ടുവിരൽ കൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. നമ്മൾ അക്ഷരമാലകളൊക്കെ പഠിച്ചത് ഈ ചൂണ്ടുവിരല് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ആ ഒരു ബ്രെയിൻ സെന്ററിലെ മെമ്മറി സെന്ററിന് അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സെന്ററിന് ഉത്തേജിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് എഴുത്ത് പള്ളിക്കൂടങ്ങളിലൊക്കെ ഈ ചൂണ്ടുവിരലുകൾ കൊണ്ട് നമ്മൾ എഴുതാൻ പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ചൂണ്ടുവിരൽ വളരെ സെൻസിറ്റീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് നമുക്ക് അതേമാതിരി വേറൊരു പോയിന്റ് വെച്ചാൽ നമ്മൾ മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചില്ല എന്ന് കണ്ട മാഷന്മാരെ നമ്മൾ ചെവിയിൽ ഇങ്ങനെ നല്ലോണം ചിലപ്പോൾ മണലിട്ടിട്ട് തീരുമ്പോൾ അല്ലേ, ഈ ചെവിയുടെ ഈ പോർഷനിൽ വളരെ സെൻസിറ്റീവ് ആണ്. ഈ സെന്ററിൽ അങ്ങനെ കുറെ നേരം നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലോണം പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ ബ്രെയിൻ സെന്റർ, നമ്മുടെ മെമ്മറി സെന്റർ ഉത്തേജിപ്പിക്കാൻ സാധിക്കും. അതേമാതിരിയാണ് നമ്മൾ ഈ ഹിന്ദുക്കളൊക്കെയുള്ള ഒരു ആചാരമാണ് ഏത്തയിടുക എന്നുള്ള കാര്യം. ഗണപതിക്ക് ഏത്തയിടുകയാണ്. ഗണപതിക്ക് ഏത്തയിടുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ ആ പൊസിഷനാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ രണ്ട് വിരലും ഉപയോഗിച്ച് ഈ റിംഗ് ഫിംഗറും ചൂണ്ടുവിരലും മിഡിൽ ഫിംഗറും കൊണ്ട് നമ്മൾ ചെവിയുടെ അറ്റം പിടിച്ചിട്ട് ഇങ്ങനെയാണ് ഏത്തം വിടുക. അപ്പോഴും നമ്മൾ ചെവിയുടെ ടിപ്പിനെ, താഴത്തെ ഭാഗത്തിനെ നമ്മൾ പിഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴും ആ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മെമ്മറിയെ നമ്മൾ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ചെയ്തതിനെ ഏത്തോട് പറയും നമ്മൾ. ഏത്തോടുമ്പോൾ ആ ഒരു പ്രവണത നമ്മൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നത് ശരിക്കും. അപ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഓരോ പോയിന്റിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതേമാതിരി നമുക്ക് ഇമ്പോസിഷൻ തരുന്നത് അല്ലേ, നമ്മൾ വിചാരിക്കും എന്തിനാ ടീച്ചർ ഇമ്പോസിഷൻ തരുന്നതെന്ന്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ പറയും 100 പ്രാവശ്യം എഴുതിക്കണം. അപ്പൊ നമ്മുടെ ഈ കൈ വിരലിന്റെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പേന വെച്ചിട്ട് എഴുതുക അല്ലേ. ഈ പേന വെച്ച് എഴുതുമ്പോൾ ഈ ഒരു പേനയുടെ ഈ കയ്യിൽ നമ്മുടെ ചൂണ്ടുവിരൽ ടച്ച് ചെയ്യും. ഈ ടച്ച് ചെയ്യുന്ന കൊണ്ട് നമുക്ക് ബ്രെയിൻ സെന്ററിൽ അപ്പോൾ ഒരു കണക്ഷൻ കിട്ടുന്നതാണ് നമുക്ക്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമുക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് ഈ മുദ്ര തെറാപ്പിക്ക് നമുക്ക് ധാരാളം ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഒരു മുദ്ര മാത്രം ഇന്ന് പഠിപ്പിക്കാം. വളരെ സിമ്പിൾ ആണത്. നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും കൂടെ ചേർത്ത് പിടിക്കുക. തള്ളവിരല് ചൂണ്ടുവിരല്. ഇതിന്റെ പ്രത്യേക വീഡിയോ വേണമെങ്കിൽ ഞാൻ ധനേഷിന് അയച്ചോളൂ. എന്ന് പഠിപ്പിച്ച മുദ്രകളെ മാത്രം. ഇതിന് ചിന്മുദ്ര എന്ന് പറയും, നമ്മൾ ജ്ഞാൻ മുദ്ര എന്ന് പറയും, ജ്ഞാനമുദ്ര എന്ന് പറയും. ജ്ഞാനത്തിന്, മെമ്മറിയെ നമ്മുടെ എല്ലാം ഉത്തേജിപ്പിക്കുന്നതാണ്. നമ്മൾ ഈ രണ്ട് വിരലും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഒന്നില്ലെങ്കിൽ നമ്മുടെ കസാലയിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മളെ ചമറം പടിഞ്ഞിരിക്കുകയോ ചെയ്ത് തുടർമുകളിൽ വെച്ച് 4 പ്രാവശ്യം ഡീപ് ബ്രീത്തിങ് ഇൻഹെയിൽ ചെയ്യുക, എക്സെയിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജിൽ ഒരു 3 മിനിറ്റ്സ് 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ഇരിക്കാൻ പറ്റി ഇരിക്കുക. അങ്ങനെ 3 ടൈംസ് ഡേ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ പോയ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുദ്ര നമ്മൾ ഉപയോഗിക്കും. നമ്മളൊരു ഫിലിം പ്രൊഡ്യൂസർ, ഒരു തല്ലിപ്പൊളി പടമൊക്കെ എടുക്കുന്ന ഒരാളെപ്പോഴും അയാളെ ഇന്റർവ്യൂലൊക്കെ ചെയ്യുമ്പോൾ ഈ ചിന്മുദ്രയിലാണ് ഇരിക്കുന്നത് എപ്പോഴും. അയാളെ കൈ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. അവിടെ തന്നെ അധികം പ്രഷറൊന്നും കൊടുത്തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളെ തുടരെ മുകളിലിങ്ങനെ വെച്ചിട്ട് നമ്മൾ കണ്ണടച്ചിരിക്കുക. അങ്ങനെ 3 ടൈംസ് ഡേ 3 മിനിറ്റ്സോ 5 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒരു 3 മന്ത്സ് ഏറ്റവും ചുരുങ്ങിയ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മെമ്മറി, നിങ്ങൾക്ക് ഓർമ്മശക്തി കുറവുള്ളവരാണെങ്കിൽ ഓർമ്മശക്തി എന്തായാലും തിരിച്ചിട്ട് കുട്ടികളിൽ ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. നമ്മൾ അവർക്ക് കോൺസെൻട്രേഷൻ ലെവൽ കൂടും തീർച്ചയായിട്ടും. നമ്മൾ ADHD കുട്ടികൾക്ക് അല്ലെങ്കിൽ അറ്റൻഷൻ്റെ വിഷയത്തിലുള്ള ADHD അല്ലെങ്കിൽ കൂടുതലുള്ള കുട്ടികൾക്ക്, മെമ്മറി ഇല്ലാത്ത കുട്ടികൾക്ക്, അറ്റൻഷൻ കിട്ടാത്ത കുട്ടികൾക്ക് ഈ ഒരു മുദ്ര പരിശീലിപ്പിച്ച് കൊടുക്കും നമ്മൾ. തീർച്ചയായിട്ടും അതിലുള്ള മാറ്റങ്ങൾ നമുക്ക്. അപ്പൊ നമ്മൾ ഈ മുദ്രകൾക്ക് വളരെ നമ്മൾ ഈ ഒരു ഇങ്ങനെ ടച്ച് ചെയ്യണ കൊണ്ട് തന്നെയാണ് നമ്മൾ ഫയറും എർത്തിനെയും കൊണ്ടാണ് നമ്മൾ ടച്ച് ചെയ്യിക്കുന്നത്. അപ്പൊ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നമ്മൾ ഇലക്ട്രിസിറ്റി സ്വിച്ച് ഇട്ട കത്രമാതിരി തന്നെ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രെയിൻ സെന്ററിൽ ആ ഒരു മെമ്മറി സെന്റർ നമ്മൾ ഓൺ ആവും. അപ്പൊ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നോക്കും. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പൊ ഇതിനൊക്കെ ഫലമുണ്ടോ ഫലമില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവിച്ചറിയാൻ എനിക്ക് പറയാനുള്ളൂ. നമ്മളെല്ലാവരും നമ്മുടെ പ്രാക്ടീസിൽ ഈ ഒരു മുദ്ര ഇന്ന് പഠിക്കുക. ഇതിന് ഇനി നമുക്ക് LDL കുറയ്ക്കാനുള്ള, മറ്റേ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഒരു മുദ്രയുണ്ട്.
പാനിക് അറ്റാക്ക് കുറയ്ക്കാനുള്ള മുദ്രകളുണ്ട്. നമ്മുടെ എമോഷൻസ് കൺട്രോൾ ചെയ്യാണ്ട് വായു പോകും, കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഇതുണ്ട്. പിന്നെ നമ്മുടെ ഈ 5 എലിമെന്റ്സിനെ ബാലൻസ് ചെയ്യിക്കാനുള്ളതുണ്ട്. വായു കോപത്തിനെ ഇല്ലാതാക്കുന്നുണ്ട്. അങ്ങനെ കുറെ നമുക്ക് ആവശ്യമുള്ള മാത്രം 10-15 മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്ത് നമുക്ക് നമ്മുടെ ഏജൊക്കെ വരുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്കത് ഓർമ്മ വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതിന്റെ വീഡിയോസ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് കണ്ടുപിടിക്കും. ഹൈ BP കുറയ്ക്കാനുള്ളതുണ്ട്. അപ്പൊ ഒരു മുദ്ര മാത്രം ഇന്ന് പഠിക്കാൻ, ഓരോ മുദ്രയായിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയാൽ മാത്രം ഓരോ ക്ലാസ് ആയിട്ട് നമ്മൾ കവർ ചെയ്യാൻ പറ്റും. ആ കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. അടുത്ത പ്രാവശ്യം നമ്മൾ ഒന്നും കൂടെ ചിന്മുദ്ര എന്താണ്, ചിന്മുദ്രയ്ക്ക് ഗ്രാൻ മുദ്ര പറയും, ജ്ഞാനമുദ്ര എന്ന് പറയും. ജ്ഞാനം, വിജ്ഞാനം, നമ്മുടെ പഠിപ്പ്, ഓർമ്മശക്തി, ഇതിനെല്ലാം ഒരു മുദ്ര മാത്രം നിങ്ങൾ ഓർമ്മ വയ്ക്കുക. ഈ ചിന്മുദ്ര എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ധനേഷിന്റെ വാട്സാപ്പിലേക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അതേമാതിരി നമ്മുടെ ഈ ഒരു പ്രഷർ പോയിന്റ്സിന്റെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു അത് ഒരു അക്യുപ്രഷർ പോയിന്റ് കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് നമ്മുടെ ഈ വലത്തെ ഫോറാമിന്റെ നടുവിൽ ഒരു 20 സെക്കൻഡ് അമർത്തുക. ഈ അമർത്തോട് കൂടിയിട്ട് ഈ ചിന്മുദ്ര പിടിച്ച് ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് തന്നെ ആക്കി വയ്ക്കുക. ഇടത്തെ കൈ കൊണ്ട് വലത്തെ ഫോറാമിൽ സെൻട്രൽ അമർത്തുക. ചിന്മുദ്ര എടുക്കുക. ചിന്മുദ്ര നമ്മുടെ മുഖത്തേക്ക് ഫേസ് ചെയ്യുന്ന മാതിരി വെച്ച് കുറച്ച് നേരം ഇരിക്കുക. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 3 to 5 minutes. നിങ്ങളുടെ പ്രായം 10 വർഷം കുറഞ്ഞിരിക്കും. ആർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ട് ആ ടിപ്പും കൂടെ ഞാൻ പറഞ്ഞു. ആന്റി ഏജിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഒരു അക്യുപ്രഷർ പോയിന്റ് പറഞ്ഞു തന്നു, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ ആന്റി ഏജിങ് പറഞ്ഞു തന്നു, ചിന്മുദ്രയും പറഞ്ഞു. രണ്ടും വൃത്തിയായിട്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യം ആരെങ്കിലും ഒരാൾ ഷോ ചെയ്യണം. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പഠിക്കാൻ പറ്റില്ല. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാണിച്ചു തരുക തന്നെ വേണം. പിന്നെ ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും അതും എളുപ്പമാണ്. അതും കൂടെ പറഞ്ഞു തരുവാണെങ്കിൽ ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ തമ്പിൽ ഒരു 20 times നമ്മൾ അമർത്തുക. അങ്ങനെ തമ്പിൽ, ഇടത്തെ തമ്പിൽ ഇങ്ങനെ 1, 2, 3, 4 അങ്ങനെ 20 times. അതേമാതിരി ചൂണ്ടുവിരലിനും നടുവിരലിനും ഇടയിലുള്ള ഭാഗത്ത് ജസ്റ്റ് താഴെയായിട്ട് 50 times. ഇവിടെ 50 times കൊടുക്കുക. ഇവിടെ ഒരു 20 times. ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതൊക്കെ പ്രഷർ പോയിന്റ് ആണ്. ഇത് നോട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ബാക്ക് റെമഡീസിലേക്ക് വീണ്ടും കിടക്കാം. ഇന്ന് നമ്മളെ പറയുന്നത് ഹോളി എന്ന മരുന്നാണ്. ശരിക്കും പറഞ്ഞു ഹോളി എന്ന മരുന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിലൊരു ഹോളിനെസ് അല്ലെങ്കിൽ ഒരു അത്രയും നല്ലൊരു സ്വഭാവ വിശേഷമുള്ള ഒരു ഡ്രഗാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഹോളി എന്ന മരുന്ന് കൊണ്ട് നമുക്ക് നല്ല സ്വഭാവ വിശേഷങ്ങൾ നമ്മൾ ജനിപ്പിക്കാനായിട്ട് ഈ മരുന്ന് നല്ല പ്രത്യേകത. മനുഷ്യനിലെ എല്ലാ മൃദുല വികാരങ്ങളും മാറ്റിവെച്ച് അതുമാതിരി ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഹോളി ക്യാരക്ടേഴ്സ്. പക, വിദ്വേഷം, അസൂയ, ദേഷ്യം, ഇനി എന്തൊക്കെ നമ്മുടെ കയ്യിലുള്ള മറ്റേ നല്ല വികാരങ്ങളുണ്ടോ, അനുകമ്പ, സഹതാപം, ഇതെല്ലാ വികാരങ്ങളും ഈ ഹോളി എന്ന മരുന്ന്, ഹോളി എന്ന രോഗിയിൽ നമുക്ക് കാണാൻ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അറൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഹോളി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഒരു സ്വഭാവ വിശേഷങ്ങൾ ഉടമയായിട്ട് മാറാൻ പറ്റും നമുക്ക്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു ഇൻഡിക്കേറ്റഡ് ഡ്രഗ് കിട്ടിക്കഴിഞ്ഞാൽ മിനിമം ആ ഒരു സ്വഭാവ മാറ്റം വരണമെങ്കിൽ 1 month പോരാ, 2 months പോരാ, 3 months, 6 months എങ്കിലും കൊടുത്തിരിക്കണം. പക്ഷെ അത് വേണമെങ്കിൽ മരുന്ന് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മരുന്ന് ചുരുക്കാം. പക്ഷെ വേറെ മെഡിസിൻ, വേറെ ഡ്രഗ്സിന് ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ കിട്ടിയാൽ മാത്രമേ മാറ്റാൻ പറ്റൂ. അല്ലെങ്കിൽ വെയിറ്റ്. അപ്പൊ പല നമ്മുടെ ഡോക്ടർ ബാഷിന്റെയും ഒക്കെ ജീവചരിത്രത്തിലെ കേസ് ഹിസ്റ്ററീസിൽ പറയുന്നത് മാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ മാത്രം അക്യൂട്ട് ആണെങ്കിൽ മാത്രം വളരെ ക്രോണിക് ആണെങ്കിൽ സമയം കൊണ്ട് മാത്രമാണ് ഇൻഡിക്കേറ്റഡ് ഡ്രഗ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പ്രയോജനപ്പെടും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഇരട്ട അല്ലെങ്കിൽ 2 കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ 2 ആൺകുട്ടികളെ 2 പെൺകുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലംസ് പറയും സിബ്ലിംഗ് റൈവലറി. മൂത്ത കുട്ടിക്ക് ആ ചെറിയ കുട്ടിയോട്, കുഞ്ഞാവയോട് ഭയങ്കര അസൂയ, ദേഷ്യം. കുഞ്ഞാവ ജനിച്ച ശേഷം അച്ഛനും അമ്മയും എന്നെ ശ്രദ്ധിക്കുന്നില്ല,
എന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ അറ്റൻഷൻ സീക്കിംഗ് ആയ ഈ മൂത്ത കുട്ടി എന്ത് ചെയ്യും? അമ്മയും അച്ഛനും കാണാത്ത സമയത്ത് കുഞ്ഞാവയെ മറ്റേ പിച്ചും മാണ്ടും ഉന്തിയിടും. അപ്പൊ കുഞ്ഞാവ കരയും, അമ്മ വന്നിട്ട് ഈ മൂത്ത കുട്ടിയെ പിടിച്ച് തല്ലുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ശല്യം ചെയ്ത സമയത്ത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇത് മറ്റേ ഞങ്ങളുടെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ് മൂത്ത ആളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുന്ന സമയത്ത് അറിയാണ്ട് അവരെ വായന ഇങ്ങനെ ഒരു കാര്യം പറയും, ഓ എൻ്റെ വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടി ഞാൻ ഇപ്പോൾ പ്രസവിച്ച് അധികമായിട്ട് ആ കുഞ്ഞാവയും മൂത്ത ആളെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കും എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ ആ കുട്ടിയുടെ തെറ്റല്ല അത്, അമ്മ ആ കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ആ സിബിലിംഗ് റൈവലറിക്ക് നമുക്ക് തീർച്ചയായിട്ടും ഹോളി എന്ന മരുന്ന് കൊടുത്ത് നമുക്ക് കുഞ്ഞാവയെ അവൻ ദ്രോഹിക്കാണ്ട് നല്ലവണ്ണം സ്നേഹിച്ച് കുട്ടിയെ പരിപാലിച്ച് മുന്നോട്ട് പോയി ആ കുട്ടിയോടുള്ള അവൻ്റെ ആ എൻജോയ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സിബിലിംഗ് റൈവലറി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹോളി എന്നുള്ളത്. പിന്നെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ മെഡിസിൻസ് നമുക്ക് കിട്ടി, അതിൽ ഏത് ഡ്രഗാണ് 5-6 ഡ്രഗ് കിട്ടി, അല്ലെങ്കിൽ അതിൽ ഏതാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാത്തിനും സിംറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് ക്ലിയർ കട്ട് പിക്ചർ കിട്ടണമെങ്കിൽ ഈ ഹോളി കുറച്ച് ദിവസം കൊടുത്തു നോക്കൂ. അപ്പൊ ഇൻഡിക്കേറ്റഡ് 3 ഡ്രഗോ 6 ഡ്രഗോ എന്നുള്ളതിന്റെ ബാക്കിയുള്ള സിംറ്റംസ് ഒക്കെ മാറിയിട്ട് കറക്റ്റായിട്ട് 1, 2, 3 ഡ്രഗിലേക്ക് ഇത് ചുരുങ്ങി കിട്ടും. ഇനി അതേമാതിരി തന്നെ ഹോമിയോപ്പതി മരുന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും കുറേ മരുന്ന് കിട്ടി, അവിടെയും നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ടി, അപ്പോഴും നമുക്ക് ഹോളി കൊടുത്തിട്ട് കറക്റ്റ് ഡ്രഗിലേക്ക് ഫിസിക്കൽ സിംറ്റംസിനും മെന്റൽ സിംറ്റംസിനും ഈ രോഗിയെ കൊണ്ടുവരാൻ സാധിക്കും. ഇയാൾക്ക് ഭയങ്കര ആക്രമണസക്ത സ്വഭാവമുള്ള ആളാണ്. അസൂയ, എൻവി, ജലസി, ഹേറ്റ്രഡ്, പക. ശരിക്കും പറഞ്ഞാൽ നമ്മള് പാമ്പിന്റെ പക അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, അതേമാതിരി പക മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ഹോളി എപ്പോഴും. ഈ പക കൊണ്ട് നമുക്ക് സ്വസ്ഥത പോവും, മനസ്സിലായില്ലേ? അതിന് നമ്മൾ നല്ല വികാരങ്ങളെല്ലാം, സ്നേഹമാണ് ഏറ്റവും നല്ല വികാരം, അതിനെ അങ്ങനെ ഇല്ലാത്തവർക്ക് നമ്മൾ ഹോളി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെ നമുക്ക് അവരെ സ്വഭാവത്തിൽ നല്ല സ്വഭാവ ഗുണമുള്ള ആളായിട്ട് മാറ്റാൻ പറ്റും. ആരുടെ മനസ്സിലാണ് ദേഷ്യവും വിദ്വേഷം, പക, അസൂയ, നമ്മുടെ ലാക്സിസമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും ഹോളി എന്നുള്ള. നമ്മുടെ ലാക്സിസിന്റെ കേസ് ഞാൻ പറയുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബോംബെയിൽ നിന്നായിരുന്നു. ബോംബെയില് ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. അപ്പൊ 10ാമത്തെ ഫ്ലാറ്റിൽ നിന്ന് ഭർത്താവ് താഴെ ലിഫ്റ്റിൽ ഇറങ്ങി താഴത്തു കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് താഴത്തുള്ള സ്ത്രീകളോട് വർത്താനം പറഞ്ഞിട്ടാണ് പോവുക. അപ്പൊ ഇയാൾക്ക് മോളിന്ന് ഈ ഭാര്യ ഇതെല്ലാം കാണണ്ട. അപ്പൊ അവർക്ക് ഇത് കണ്ട സംശയം തോന്നി, ഇവർക്ക് ഈ സ്ത്രീകളോട് എന്തിനാ വർത്താനം പറയുന്നത്. അപ്പൊ ആ പർട്ടിക്കുലർ ടൈമില് പലപ്പോഴായിട്ട് ഈ സ്ത്രീ ആ മോളിന്ന് ചവറ്റുകൊട്ട മുഴുവൻ ഈ ഭർത്താവിന്റെ മണ്ടയിലേക്ക് കറക്റ്റായിട്ട് ഒരു എറിയായിരുന്നു. മോളിന്ന് അങ്ങനെ തൂക്കി. അപ്പൊ ഇങ്ങനെ ഒരു കേസ് എൻ്റെ ഫാദറൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് വന്ന സമയത്ത് നമ്മൾ ലാക്ടസിസ് ആണ് അന്ന് കൊടുത്തത്. ആൻഡ് ലാക്ടസിസ് ക്യൂർഡ് ദ കേസ് ആക്ച്വലി. ജെലസി അല്ലെങ്കിൽ സംശയരോഗം മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പക്ഷെ ബാഷറും കൂടി കൊടുത്ത് നോക്കും, തീർച്ചയായിട്ടും സംശയരോഗം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇതേമാതിരി സംശയരോഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കേസും കൂടെ ഓർമ്മ വരുന്നത്, ഞാൻ തൃശ്ശൂർ ഇന്നർ വിഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് KSF വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, ഡോക്ടർ ഞാനിപ്പോൾ ഭയങ്കര ഡിപ്രഷനിലാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡിപ്രഷൻ വരാൻ കാരണം എൻ്റെ ഭാര്യയാണ്. ഇപ്പൊ ഞാൻ KSF അക്കൗണ്ടന്റാണ്, കാഷ്യറാണ്. എനിക്ക് അക്കൗണ്ട്സ് കറക്റ്റായി നോക്കാൻ പറ്റുന്നു. എനിക്കാണ് മാനസിക അസുഖം പറഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യ വീട്ടുകാരി ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അസുഖം ഭാര്യയ്ക്കാണുള്ളത്, പക്ഷെ അവർ മരുന്നും കഴിക്കില്ല, എനിക്ക് ചികിത്സ വേണമെന്ന് പറയുകയാണ്. അപ്പൊ എനിക്ക് അവരറിയാണ്ട് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. സാറ് എനിക്കും മരുന്ന് തരണം. അവരുടെ കൂടെ ഈ എന്നും ഇങ്ങനെ വഴക്കും സംശയവും ഉള്ള ഭാര്യയോട് ജീവിക്കുമ്പോൾ എൻ്റെ മാനസിക നിലയ്ക്ക് തെറ്റുപറ്റുമായിട്ട് മാറ്റങ്ങൾ വന്നിട്ട്, അപ്പൊ അന്ന് ഡിപ്രഷനുള്ള മരുന്ന് നമ്മൾ മസ്റ്റാർഡ്, ഗോൾസ് എന്നൊക്കെ മരുന്ന് കൊടുത്ത് അവർക്ക് ലാക്ടസിസും ഹോളി എന്ന മരുന്നാണ് നമ്മൾ അവർക്ക് കൊടുത്തത്. മാസങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞു നല്ല മാറ്റങ്ങൾ. അപ്പോൾ ഇന്നർ വിഷനിൽ തന്നെ അവർ ബാക്കി സൈക്കാട്രിസ്റ്റിനെ കാണിച്ച അനാലിസിസിൽ അവർ പറഞ്ഞു ഇയാൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്, ഭാര്യയ്ക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതേമാതിരി പറഞ്ഞ സമയത്താണ് വേറൊരു കേസ്, നമ്മൾ തൃശ്ശൂർ ജ്വല്ലറി വർക്ക് ചെയ്യുന്ന ഒരാൾ, ആൾക്ക് കോൺഫിഡൻസ് ലെവൽ വളരെ കുറവാണ്. അപ്പോൾ സാറേ എനിക്ക് സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് എൻ്റെ ജ്വല്ലറി ഷോപ്പിൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ബോണസ് കിട്ടും, സാർ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ അന്ന് ആ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുത്തത്
LARCH, ലാർക്ക്, മിമുലസ്, ഹോൺബിൽ ഇതൊക്കെയാണ് കൊടുത്തിരുന്നത്. ഒരു 3-4 മാസം കഴിഞ്ഞ സമയത്ത് പറഞ്ഞപ്പോൾ അയാൾക്ക് പറഞ്ഞു, സാറേ സാർ തന്ന മരുന്ന് എനിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. എനിക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ കസ്റ്റമേഴ്സിനെ പ്ലേസ് ചെയ്ത് സെയിൽസ് കൂട്ടിയതിന് എനിക്ക് അവര് എക്സ്ട്രാ ഇൻകം തന്നിട്ടുണ്ട്. അതോടുകൂടിയിട്ട് ആ ഒരു കേസ് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു. അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് അതേമാതിരി എൻ്റെ അടുത്ത് ഞാൻ ഡിസ്ട്രിക്ട് ഹോമിയോ ഹോസ്പിറ്റൽ പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്കൊരു സഭാകമ്പമുണ്ട്, എനിക്ക് ക്ലാസ് എടുക്കണം പബ്ലിക്കിൽ പോയിട്ട്, പക്ഷെ ആ ദിവസം ഞാൻ ലീവ് എടുക്കുകയാണ് ചെയ്യുന്നത്, സാറേ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു തിരിച്ചൊരു ഉപകാരം ആവശ്യമുണ്ട്, എനിക്കൊരു സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നം ഉണ്ടാണ് മുനിസിപ്പാലിറ്റികൾ, അത് നിങ്ങൾ ശരിയാക്കി തരാൻ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് കൊടുത്തത് ഹോമിയോ ഹോസ്പിറ്റലായാലും അവിടെ ബാഷ് റെമഡീസൊന്നും ഉണ്ടാവാറില്ല, എനിക്കറിയാലോ. നമ്മളന്ന് കൊടുത്തത് ആർജിനൈട്രിക്കും ജെൽസീമിയുമാണ് കൊടുത്തത്. ഈ കേസ് കഴിഞ്ഞ് പിന്നെ അയാളെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് എന്നെ കണ്ടിന്യൂ മരുന്ന് കഴിക്കുകയാണ്. 3 മാസം കഴിഞ്ഞ് യാദൃശ്യമായ കണ്ട സമയത്ത് ഇപ്പൊ എങ്ങനെയുണ്ട്, അയ്യോ സാറേ ഞാൻ പബ്ലിക്കിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി, എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ ലീവ് എടുക്കാറില്ല, സാറിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ മെഡിസിൻ മെന്റൽ ആക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ്. ഇഷ്ടംമാതിരി കേസുകൾ നമുക്ക് ഇതേമാതിരി ഇന്നർവിഷനിൽ ഞാൻ 25 വർഷമായിട്ട് നമ്മുടെ ഹോമിയോപ്പതി മെഡിക്കൽ റെപ്പർട്ടറിയിൽ കാണുന്ന എല്ലാ ലക്ഷണങ്ങളുള്ള രോഗികളെയും എനിക്ക് ജീവിതത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. പുള്ളിങ് ദ ഹെയർ, അവനെ ഹെയർ പുള്ളി ചെയ്യുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ ഹെയർ അടുത്തിരിക്കുന്ന വേറെ ആരും അവരുടെ ഹെയർ പുള്ളി ചെയ്യുക, അങ്ങനെയുള്ള ജസ്റ്റേഴ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജസ്റ്റേഴ്സ്, ഓരോതരം ഉണ്ടാക്കുക, നമ്മുടെ സാരി തുളുമ്പ് കെട്ടുക, അല്ലെങ്കിൽ ഷർട്ടിങ് അങ്ങനെ ആക്കുക, അങ്ങനെ ഡിഫറെന്റ് ജസ്റ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ കെൻഡില് റെപ്പർട്ടറിൽ പറയുന്നത് പ്രകാരം നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാൻ ജീവിതത്തിലേക്ക് സാധിച്ചു. ധാരാളം പാരൻസിന്റെ മക്കൾക്ക് നമുക്ക് നമ്മുടെ ഈ ഹോമിയോ മരുന്ന് കൊണ്ടും ബാഷ് റെമഡീസ് കൊണ്ടും സമാധാനം സന്തോഷവും പ്രദാനം ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഹോളി എന്ന മരുന്നാ പറയുന്നത് പക, നമ്മുടെ നല്ല വികാരങ്ങൾ, സ്നേഹമാണ് ഏറ്റവും വലിയ നല്ല വികാരം, പക്ഷെ അതിന്റെ ഓപ്പോസിറ്റാണ് പക. പക മനുഷ്യനെ തന്നെ മാനസിക നില നമ്മള് ഇല്ലാതാക്കി ശരിക്കും പറഞ്ഞാൽ. പക വന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും, കുട്ടികളിലെ ശാഠ്യങ്ങൾ, അത് ഞാൻ പറഞ്ഞു സിബിലിംഗ് റെമഡി ഓഫ് ഈ ഹോളിക്ക് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ വഴി പറയാം, റെമഡി ഓഫ് ലവ് എന്നാ പറയുന്നത്. റെമഡി ഓഫ് ലവ്, നമ്മുടെ സ്നേഹവികാരങ്ങളെ നമ്മളിൽ ഉണർത്താനായിട്ട് സാധിക്കും ഈ ഹോളി എന്ന മരുന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. തലവേദന, ദേഷ്യം ഉള്ളിൽ അമർത്തി വെച്ചത് കൊണ്ട് നമുക്ക് ഗാസ്ട്രിക് അൾസർ വരെ ഉണ്ട്. ഈ പക വിദ്വേഷം കൊണ്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, നാളെ എന്ത് ചെയ്യണം, നാളെ അപ്പുറത്തെ ആളെ കണ്ടെങ്കിൽ എന്ത് പറയണം, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് നേരെ നമ്മുടെ എമോഷൻസും വയറും തമ്മിൽ ഭയങ്കര ചങ്ങാതികളാണ്. എന്തൊക്കെ എമോഷൻസ് വന്നു നമ്മൾ നെഗറ്റീവായിട്ട് വന്ന് നേരെ അത് നമ്മുടെ വയറിനെ ബാധിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ രാവിലെ എണീറ്റ് കഴിഞ്ഞ് നേരെ ടോയ്ലറ്റിൽ പോയിട്ട് വരും. ഒരു ടെലഗ്രാം വന്നു കഴിഞ്ഞാൽ ആ ടെലഗ്രാമിലെ മെസ്സേജ് എന്താണെന്ന് വായിക്കുന്ന മുമ്പ് തന്നെ ടോയ്ലറ്റിൽ പോയി വരും. അപ്പൊ അത്രയും സെൻസിറ്റീവാണ് നമ്മുടെ എമോഷൻസ് എന്നുള്ള തെളിവാണ്. അപ്പൊ ഇവരൊക്കെ ടിപ്പിക്കൽ വേക്സ് ഫ്രം ദ ഹെഡ് അർച്ചിങ് ടു ഗോ ടു ടോയ്ലറ്റ്. നമ്മൾ ആർജൻ, നൈട്രിക്, സൾഫർ അങ്ങനെയൊക്കെ ഉള്ള മരുന്നുകൾ, നാച്ചുറൽ സൾഫർ എല്ലാം അങ്ങനെ വരുന്ന 5 മണി 5 AM എന്നുള്ളത് അവർക്ക് അവരുടെ വയറോ അവരെ അറിയിക്കും എണീക്കാനായിട്ട്. ഇമ്മീഡിയറ്റ്ലി എണീറ്റ് ഉടനെ ടോയ്ലറ്റിൽ പോകുന്ന ഹാബിറ്റ് ഉള്ളത്. ഇവർക്കുള്ള പല നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, സ്വഭാവ കണ്ടക്ട് ഡിസോർഡർ ഇവരൊക്കെ ഉണ്ടാവാം. ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, സമൂഹത്തിൽ ഇവരൊരു നല്ലൊരു സോഷ്യൽ ബീയിങ് ആയിരിക്കില്ല, അവർ സമൂഹത്തിലൊന്നും ഇവർക്ക് പെരുമാറാനേ ഇവർക്ക് സാധിക്കില്ല. അവിടെ പോയിരിക്കും സംശയാസ്പദമായി നോക്കും, പകയോടെ നോക്കും, വിദ്വേഷം കൊണ്ട് നോക്കും, അല്ലെങ്കിൽ അവര് ശരിയല്ല ഇവര് ശരിയല്ല. അയാളുടെ പ്രായത്തിനനുസരിച്ചുള്ള സ്വഭാവ വിശേഷങ്ങളൊന്നും അയാളെ കാണാൻ, നല്ല വികാരങ്ങളുള്ള വിചാരങ്ങളൊന്നും കാണില്ല. സമൂഹത്തിന് ഒരു സോഷ്യൽ ബീയിങ്, നല്ലൊരു സോഷ്യൽ വെൽബീയിങ് ആയില്ല. പാരനോയ്ഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഭ്രാന്തമായ ചിന്തകൾ, വ്യക്തിത്വ വൈകല്യം. വ്യക്തിത്വ വൈകല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല സ്വഭാവങ്ങളെല്ലാം മാറി ഒരു ആൾമോസ്റ്റ് ഭ്രാന്തിന്റെ ലക്ഷണം. പക, മറ്റുള്ളവർ സ്നേഹമില്ലായ്മ, സ്നേഹമുള്ളയിടത്ത് ദേഷ്യം, പക, അസൂയ, പേടി, സഹനശക്തിയില്ലായ്മ, വിഷാദരോഗം, പരിശുദ്ധ സ്നേഹം, എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കും. അപ്പോൾ ഈ പക എന്നുള്ളതിന് വികാരത്തിന് പകരം സ്നേഹം നമുക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കാം. പറയാൻ എളുപ്പവും പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്നേഹം വളർത്തിയെടുക്കാറുണ്ട്. ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിച്ച് നമ്മൾ പെരുമാറി ശീലിക്കുക.
ആളെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ചിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സ്വഭാവ വിഷയം, നമ്മളിപ്പോ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരോട് നമ്മൾ വളരെയധികം സിമ്പത്തറ്റിക് ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക. അവരുടെ കാര്യങ്ങളെല്ലാം നല്ല എത്ര സമയം എടുത്താലും മുഴുവൻ പറയാൻ അവസരം കൊടുക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ പേഷ്യൻസിന് നമ്മളെ ഡോക്ടറിൽ വിശ്വാസം വരികയും തീർച്ചയായിട്ടും അവർ പറയും എനിക്ക് മരുന്ന് തന്നാലും തന്നില്ലെങ്കിൽ ശരി, ഡോക്ടർ വർത്തമാനത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് വളരെയധികം ആശ്വാസം കിട്ടി, ബാക്കി മരുന്ന് ഡോക്ടർ തരുന്നു. അപ്പം നമ്മുടെ പെരുമാറ്റം, നമ്മളൊരു രോഗിയെ പിടിച്ചിരുത്താനുള്ള കഴിവ് നമ്മൾ സ്വായത്തമാക്കണമെങ്കിൽ നമ്മുടെ നല്ല വികാരങ്ങൾ ആദ്യം വേണം. സഹ ഡോക്ടർമാരോടും സഹജീവികളോടും പബ്ലിക്കിനോടൊക്കെ നമ്മൾ നല്ലൊരു പേര് നമ്മുടെ നാട്ടിൽ നേടിയെടുക്കണം. പക നമ്മളെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും, ആക്രമണാത്മക സ്വഭാവം ഉണ്ടാക്കും, അസൂയ ഉണ്ടാക്കും. പക നമ്മളെ ഈശ്വരിൽ നിന്ന് അകറ്റുന്നു. പക കൊണ്ട് നമുക്ക് ഒന്നും നേടാനില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹേറ്റ്രഡ്, എൻവി, ജെലസി ഇതിൻ്റെയൊക്കെ മൂർത്തീകമാണ് ഹോളി എന്ന പേഷ്യന്റിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഹോളി എന്ന മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വികാരങ്ങളെല്ലാം, അതായത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ്, നെഗറ്റീവ് ചിന്തകൾ, നെഗറ്റീവ് ക്യാരക്ടർ, ഇതെല്ലാം നമുക്ക് തെറ്റിദ്ധാരണ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ബാഡ് ടെമ്പർ, മോശമായ മറ്റുള്ളവർ ദേഷ്യം തോന്നലും, ഇതെല്ലാം മാറ്റി ഒരു യൂണിവേഴ്സൽ ലവ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹോളി എന്ന മരുന്നിന് നമുക്ക് സാധിക്കും. മറ്റു മരുന്നുകൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫലപ്രദമല്ലെങ്കിൽ ഹോളി എന്ന മരുന്ന് കൊടുക്കാം. ഒന്നിലധികം മരുന്നുകൾ സൂചന കിട്ടുകയോ ചികിത്സാ സ്ഥലത്ത് ഫലം കിട്ടിയില്ലെങ്കിൽ ഹോളി എന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക. അതേമാതിരി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ് വൈൽഡ് ഓട്ട്. പക്ഷെ വൈൽഡ് ഓട്ടിന് ദുർബലമായ മനസ്സാണ് കാണുന്നത്. ഹോളിക്കാണെങ്കിൽ വളരെയധികം പകയുള്ള മനസ്സാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഹോളി വൈൽഡ് ഓട്ട് നമ്മൾ ഡിഫറൻസിൽ അത് പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഹോളി എന്നുള്ള ഏകദേശം നമുക്ക് സിബ്ലിംഗ് റൈവലറി, പകാവിദ്വേഷം, നല്ല വികാരങ്ങളൊക്കെ നമ്മളിൽ ഇല്ലായ്മ, ഇതെല്ലാം മാറ്റിയെടുക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ കൃത്യമായിട്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്താലും വെയിറ്റ് ചെയ്യണം. നമ്മളൊരു സുപ്രഭാതത്തിൽ അയ്യോ മരുന്ന് കഴിച്ച് മാറിയില്ല എന്നൊന്നും പറയരുത്. ഇനി നമ്മളെ കേസ് ഹിസ്റ്ററീസ് പറയുന്നത് ഇത് സിബ്ലിംഗ് റൈവലറി ആയ ഒരു കേസാണത്. 3 വയസ്സായ കുട്ടി വീട്ടിലൊരു കുഞ്ഞാവ് വന്നു, അമ്മ പ്രസവിച്ച് ചെറിയ കുഞ്ഞാവ് വന്നു. അന്ന് മുതലൊക്കെ ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഏതു നേരം ഈ കുഞ്ഞാവെ ദ്രോഹിക്കുക, ഉന്തിയിടുക, നുള്ളുക, പിച്ചുക, എന്നിട്ട് കുട്ടിയെ കരയിപ്പിക്കുക, അച്ഛനമ്മയില്ലാത്ത സമയത്ത്, ഇങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നും ഈ കുട്ടിക്ക് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടാനേ നേരമുള്ളൂ. അപ്പോൾ അങ്ങനെ അത്തരം ഒരു കേസ് നമ്മളടുത്ത് വന്ന സമയത്ത് നമ്മൾ ഒറ്റ ഈ ഡ്രഗ്, നമ്മൾ ഹോളി എന്ന ഡ്രഗാണ് കൊടുത്തത്. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം കുട്ടിയുടെ പാരൻസ് എന്ന് പറഞ്ഞ് കുട്ടിയിൽ നല്ല മാറ്റങ്ങളുണ്ട്. ഇപ്പൊ അവൻ കുഞ്ഞാവയെ ദ്രോഹിക്കാറില്ല, കുഞ്ഞാവയെ നോക്കി അവനെ ആ കുട്ടിയെ സ്നേഹിച്ച് ആ കുട്ടി വേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറയുക. അപ്പോൾ ആ സിബ്ലിംഗ് റൈവലറിക്ക് തീർച്ചയായിട്ടും നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ പേഷ്യൻസ് വന്ന് പറയില്ല എങ്കിൽ, അഥവാ പറയുകയാണെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഡ്രഗ് കൊണ്ട് അവരുടെ വീട്ടിൽ ഈ ചെറിയ പ്രോബ്ലത്തിന് നമുക്ക് മാറ്റാൻ സാധിക്കും. രണ്ടാമത്തെ കേസ് 65 വയസ്സായ പട്ടാളത്തിൽ നിന്നും പെൻഷൻ പറ്റിയ ഒരു കേണലായിരുന്നു. അയാൾക്ക് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്ത് വീണ്ടും അത് വന്നില്ല. അയാൾക്ക് ഒരു മകളുണ്ടായിരുന്നു. മകളോട് വളരെയധികം സ്നേഹമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഈ മകളോടുള്ള സ്നേഹം പറഞ്ഞാൽ ഭയങ്കര പൊസസീവ് ലവ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഓവർ പൊസസീവ്നെസ്. ഈ ഓവർ പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ അതൊരു പൊസസീവ്നെസ് ശരിയാണ്, പക്ഷെ ഓവർ പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലവാണ് ശരിക്കും പറഞ്ഞാൽ. ഭ്രാന്തമായ സ്നേഹം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ മകളുടെ കല്യാണമൊക്കെ, മകൾക്ക് ഒരു ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ ലവറായിട്ടുള്ള കല്യാണം നിശ്ചയിച്ച്, പക്ഷെ അച്ഛന് മകളുടെ അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടും എന്ന് പറഞ്ഞ് ഈ മകളുടെ ലവറെ അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് പറയാനായിട്ട് ഇയാൾ ആലോചിച്ച് ഓരോ കാരണങ്ങൾ, അയ്യോ എനിക്ക് വീണ്ടും മറ്റേ തൂക്കോട് വന്നു, എനിക്ക് തൊണ്ടയിലെ വേദന വീണ്ടും വരുന്നുണ്ട്, അതുപോലെ അയാൾ ഭക്ഷണമൊക്കെ ചുരുക്കി രോഗം അഭിനയിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാതായി, തൊണ്ടയിൽ വേദന ഉണ്ടെന്ന് പറയാൻ തുടങ്ങി. കല്യാണം കഴിക്കാൻ ആലോചിച്ച പയ്യനോട് ഭയങ്കരമായ പകയും വിദ്വേഷവും ഇയാളെ വളർത്താൻ തുടങ്ങി. അച്ഛൻ്റെ ഈ മനോഭാവം മകൾക്ക് വിഷാദ രോഗത്തിലേക്ക് മകള് ക്രമേണ പോകാൻ തുടങ്ങി. ആ ഒരു ഘട്ടത്തിലാണ് അവര് ബാഷോ പ്രാക്ടീസറായ ഡോക്ടറെ കണ്ടത്. അപ്പൊ ഈ ഒരു ലക്ഷണം വെച്ചിട്ട് നമ്മൾ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തത് ഹോളി എന്ന മരുന്നാണ് അച്ഛന് കൊടുക്കാൻ നമ്മൾ. പിന്നെ ചിക്കറി അത് കഴിക്കാൻ പറഞ്ഞു. മകളോടുള്ള ഓവർ പൊസസീവ്നെസ്സിന് ആ ഒരു മരുന്ന്. 1 മാസത്തിന് ശേഷം വരാൻ പോകുന്ന മരുമകൻ
അഭിപ്രായപ്പെട്ടു. അച്ഛനിൽ നല്ല മാറ്റങ്ങൾ കാണുന്നു. കല്യാണക്കാര്യം ചർച്ച ചെയ്യാൻ താല്പര്യം കാണിക്കുന്നു. മകൾക്ക് ഇത് ഭയങ്കരമായ ആശ്ചര്യം ജനിപ്പിച്ചു. അച്ഛനും ഭക്ഷണം നല്ലവണ്ണം കഴിക്കാൻ തുടങ്ങി. മരുന്ന് വീണ്ടും തുടർന്നു. മകളുടെ വിവാഹം മംഗളകരമായി നടന്നു. അവർക്ക് സർവ്വവിധ ആശംസകളും അച്ഛൻ നേർന്നു. അച്ഛൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു. ത്രോട്ട് കംപ്ലൈൻസ് പിന്നീട് പറയുക ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ അവിടെ ആ പകാവിദ്വേഷം അല്ലെങ്കിൽ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടും ഇവിടെ 2 ഡ്രഗാ വന്ന ഹോളി എന്ന മരുന്ന് വന്നു. പിന്നെ മകളെ വേറെ പിരിയാൻ ഉള്ള ഒരു വിഷമം കാരണം അവര് പൊസസീവായിട്ട് കല്യാണം മുടക്കാൻ വരെ ശ്രമിച്ചാലും ഓവർ പൊസസീവ് സിംറ്റംസിന് ചിക്കറിയുന്ന മരുന്ന് 3 മാസത്തോളം ചുരുങ്ങിയത് അവർ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നോർമലൈസ് ചെയ്യാൻ പറ്റിയത്. മധ്യവയസ്കൻ 3ാമത്തെ കേസ്. ചികിത്സയ്ക്ക് വിധേയമായ സമയത്ത് ദേഹത്ത് അത്തിക്കേറിയുണ്ടായിരുന്നു. ഇയാള് ചികിത്സയ്ക്ക് വന്ന സമയത്ത് ദേഹത്ത് സ്കിൻ റാഷസ് വരുന്ന സമയത്ത് അത് ഇറിറ്റേഷൻ ഉണ്ടാകും, അതുണ്ടാകും. അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, ഭയങ്കര ക്ഷീണിതനായിരുന്നു. അപ്പോൾ ഇയാളെ നമ്മൾ 3 കംപ്ലൈന്റ് നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, ഈ സ്കിൻ റാഷസ് ഉണ്ടായിരുന്നു, വളരെ ദേഷ്യപ്രകടന നിരാശയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ചൊറിച്ചിലും മർട്ടിക്കറിയും കാരണം ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രകൃതക്കാരനായിരുന്നു എന്ന് ബൈസ്റ്റാൻഡേഴ്സ് അവിടെ വന്ന സമയത്ത് പറയും. അദ്ദേഹത്തിന് ജോലി തന്നെ അയാൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ ക്ഷീണത്തിന് നമുക്ക് കൊടുക്കുന്ന ബാച്ചുലർ റെമഡീസ് ആണ് ഫിസിക്കൽ വീക്ക്നെസ്സിനും മെന്റൽ വീക്ക്നെസ്സിനും കൂടി പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നാണ് ഒലീവ് എന്നുള്ള മരുന്ന്. ബോത്ത് ഫിസിക്കൽ, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള തളർച്ചയ്ക്ക് ഒലീവ് എന്ന മരുന്ന് അത് പ്രിസ്ക്രൈബ് ചെയ്തുകൂടെ. പിന്നെ ക്രാബ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻസിങ് ഏജന്റ് എന്നുള്ള നിലയ്ക്ക് ആ മനസ്സിലെ പക മാറ്റുന്നതിനും റാഷസ് മാറ്റുന്ന ക്രാബ് ആപ്പിൾ പ്രിസ്ക്രൈബ് ചെയ്തു. അതിന് പുറമെ ഹോളി എന്ന മരുന്ന് ഇയാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തു. 2 മാസത്തിന് ശേഷം അയാൾ പറഞ്ഞു, ഞാൻ എല്ലാ പ്രകാരത്തിലും സന്തുഷ്ടനാണ്, ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് നല്ല രീതിയിൽ ഇടപെടാൻ തുടങ്ങി, തൊലിപ്പുറത്തെ ചൊറിച്ചിൽ കുറയാൻ തുടങ്ങി. വീണ്ടും 1 മാസത്തിന് ശേഷം അയാൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. ഈ 4ാമത്തെ കേസ്. ഇതൊരു കത്തിന്റെ പകർപ്പാണ്. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്. 30 വർഷമായി എൻ്റെ ഭർത്താവ് ആഴക്കടലിൽ ജോലി ചെയ്യുന്നു. ആഴക്കടലിൽ ഡൈവ് ചെയ്ത് പൊട്ടാത്ത ബോംബുകളെയും ഷെല്ലുകളെയും കണ്ടെത്തി അതിനെ ഷിപ്പിലേക്ക് കൊണ്ടുവരുകയായിരുന്നു ജോലി. അപ്പോൾ ഓക്സിജൻ ഇൻഹേൽ ചെയ്തിട്ട് ഡൈവ് ചെയ്ത് ഒരു ആഴിയുടെ ആഘാതത്തിലേക്ക് പോയിരുന്ന ജോലി ആയതുകൊണ്ട് അതിൻ്റെതായ ഹാർഡ്നെസ് ഒക്കെ ആ ജീവിതത്തിലുണ്ട്. 7 വർഷം മുമ്പ് പെൻഷൻ പറ്റി ആഴക്കടലിൽ ഡൈവ് ചെയ്ത ആളുകളെല്ലാം ശ്വാസം മുട്ടുന്ന രോഗം കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. കംപ്രസ്ഡ് എയർ ആണ് അവർ ശ്വസിച്ചിരുന്നത്. ഇതായിരുന്നു അതിന്റെ കാരണം. സീബെഡിൽ അല്ലെങ്കിൽ സമുദ്രത്തിന് അടിവശത്ത് ആകെ ഇരുട്ടാണ്. അവിടെ ചെന്നിട്ട് വേണം ഇതെല്ലാം തപ്പിയെടുക്കാം. ഇതെല്ലാം അയാളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ ജോലി അവരെ സ്വഭാവ വൈകല്യമുള്ളവരാക്കി. പക, വിദ്വേഷം, ക്രൂരത എന്നുള്ള സ്വഭാവ വിഷയത്തേക്ക് ഈ ജോലി കാരണം തന്നെ അയാളുടെ സ്വഭാവത്തിന് പൊതുവെ അയാൾ ജോലി എടുക്കുന്നതിന് മുമ്പ് വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്ന ആളുമായിട്ട് പെൻഷൻ പറ്റിയ സമയത്ത് തിരിച്ചു വന്നത് ഈ ജോലിയുടെ കാഠിന്യം കാരണം ആ സ്വഭാവത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും അയാൾക്ക് സ്വഭാവ വൈകല്യങ്ങൾ, ദേഷ്യം, പക, വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടന്ന് ഇപ്പോൾ സംസാരം കുറവാണ്. നല്ല വികാരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ആരും സൂക്കടുകാരെ വിഷമിക്കുന്നവരെ കണ്ടാലും അയാൾക്ക് യാതൊരു, മാത്രമല്ല ഈ ഒരു അവനവനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് അയാൾക്ക് ദീന, അനുകമ്പ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന സ്വഭാവക്കാരനായിട്ട് മാറി. അദ്ദേഹം ധൈര്യശാലിയായിരുന്ന അയാൾ സ്വയം സഹോദരിക്കുകയായിരുന്ന കൂട്ടത്തിലായിരുന്നു. അയാൾ അടച്ചിട്ട മുറിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രകാരനായിരുന്നു. അതായത് ക്ലസ്ട്രോഫോബിയക്ക് ദ ബെസ്റ്റ് ഫ്ലവർ റെമഡീസ് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ക്ലസ്ട്രോഫോബിയ അടച്ചിട്ട മുറികളിൽ അല്ലെങ്കിൽ ലിഫ്റ്റിനകത്ത് ഒന്നും നമുക്ക് അധികം നേരം ഇരിക്കാൻ സാധിക്കില്ല. എല്ലാ സമയത്തും ജനലും വാതിലും തുറന്നിരിക്കണം, അല്ലെങ്കിൽ പുറത്തു പോയിരിക്കണം. ദ ബെസ്റ്റ് ഡ്രഗ് ഈസ് മിമുലസ്. വീട്ടിലെ ജനലും വാതിലും തുറന്നിരിക്കുന്ന പ്രകൃതക്കാരായിരുന്നു. മഞ്ഞുകാലത്ത് പോലും അയാൾ ജനലും വാതിലും തുറന്നിടുന്ന സ്വഭാവം. അദ്ദേഹം വളരെയധികം അസ്വസ്ഥനായിരുന്നു, എപ്പോഴും നടന്നുകൊണ്ടിരുന്നു. ഒരു സമൂഹ ജീവിയല്ലായിരുന്നു. ഇയാൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തത് ഹോളി എന്ന മരുന്ന് വെറുപ്പും വിദ്വേഷത്തിനും സ്വന്തം സ്വഭാവത്തിന് വിപരീതമായിട്ട് അയാളുടെ സ്വഭാവ വൈകല്യങ്ങളും ചിക്കറി സ്വയം സഹകരിപ്പിക്കുന്ന സ്വഭാവമായതുകൊണ്ട് ചിക്കറി എന്ന മരുന്ന് മിമുലസ്
അടച്ച മുറികൾക്ക് ഇരിക്കാൻ പേടി. 6 മാസം കൊണ്ട് പ്രകടമായ മാറ്റങ്ങൾ കാണും. 6 മാസം എടുത്തു ഈ ഒരു ലക്ഷണങ്ങളെല്ലാം മാറാൻ. ആദ്യം ക്ലസ്ട്രോഫോബിയ മാറി, മുറികളും വാതിലും അടച്ചാൽ ഇരിക്കാൻ തുടങ്ങി. അയാൾ ശാന്തനും സന്തോഷവാനുമായി അദ്ദേഹം എഴുതി ഡോക്ടർ കത്തെഴുതി, എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, ഇപ്പോൾ വീട്ടുകാർ അദ്ദേഹത്തെ തിരിച്ചു സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ആ ഒരു ഡ്രഗ് ആക്ഷൻ നോക്കും. നമുക്ക് എവിടെയൊക്കെ ചെന്ന് എങ്ങനെയൊക്കെ അവസാനിപ്പിച്ചു, എത്ര ആകെ മിനിമം ഡ്രഗ്സേ കൊടുത്തുള്ളൂ, 3 ഡ്രഗാണ് കൊടുത്തത്. അപ്പൊ നമ്മൾ ആ ഇൻഡിക്കേഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം എപ്പോഴും വരുന്ന സമയത്ത്. അപ്പൊ ബൈസ്റ്റാൻഡേഴ്സ്, നൈബേഴ്സ്, ഇയാളുടെ A to Z ഒരു രോഗിയെ കുറിച്ച് മാനസിക ലക്ഷണങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ക്യാരക്ടറാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 40 റെമഡികളിൽ ഏതെങ്കിലും ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. 75 വയസ്സായ വിധവ, ഞാൻ വളരെ ക്ഷീണിതരാണ്, എൻ്റെ ഉള്ളിലൊന്നും ഇല്ലാത്തൊരു തോന്നൽ, എൻ്റെ വൃത്തികെട്ട മനസ്സിലെ ചിന്തകളാണത്. നമ്മുടെ ഈ വൃത്തികെട്ട സ്വഭാവം, നെഗറ്റീവ് ലെവൽ, ഹേറ്റ്, ഭഗവാൻ പറയുന്നത് എൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ല എന്നൊരു തോന്നല്. ഞാൻ നിരാശനാണ്, ഞാൻ എൻ്റെ അയൽവാസിയോട് ഭയങ്കര പക തോന്നാറുണ്ട്, അവർ സന്തോഷിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അയൽവാസികളെ നോക്കിയിട്ട് അവരോട് പക, വിദ്വേഷം, അവർ സന്തോഷിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് പക, ഹേറ്റഡ്, ജെലസി എല്ലാം വരുന്നു. അപ്പൊ ഇവർക്ക് കൊടുത്ത മരുന്ന് നമ്മൾ സിമ്പിളായിട്ട് ഹോളി ഡ്രഗ് ജെലസി എന്നുള്ളതിന് ഒലീവ്, ക്ഷീണത്തിന് നമ്മൾ കൊടുത്തുകൊണ്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ ക്ഷീണത്തിന് എന്നുള്ള ഉദ്ദേശത്തിന് നമ്മൾ ഒലീവ് കൊടുത്തു. ഈ മാനസിക ക്ഷീണം മാത്രമാണ് വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏതാ മരുന്ന്, ഹോൺബീമാണ് മാനസികമായിട്ട് നമുക്ക് ശരീരത്തിന് കുഴപ്പം, ശരീരത്തിന് നല്ല ഉന്മേഷമൊക്കെ, പക്ഷെ എനിക്ക് മനസ്സുകൊണ്ട് ഒന്നിനും ജോലി എടുക്കാൻ വയ്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഹോൺബീമാണ് അതിനുള്ളത്. നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലിൽ കൊടുക്കുന്ന ട്രക്കും കൂടെയാണ്, മെമ്മറി വീക്ക്നെസ് കൊടുക്കുന്നതാണ് ഹോൺബീം എന്നുള്ളത്. 2 മാസത്തിന് ശേഷം അവർ പറഞ്ഞു, എൻ്റെ ക്ഷീണമെല്ലാം മാറി, ഞാൻ എൻ്റെ അയൽവാസിയുമ്പോൾ ഞാൻ ചങ്ങാതത്തിലാണ്, അയൽവാസികൾ നല്ല സ്ത്രീയാണ്, സദ്ഗുണവതിയാണ്, ഞങ്ങളിപ്പോൾ വളരെയധികം ഹാപ്പിയാണ്, നൈബേഴ്സായിട്ട് നല്ല രീതിയിൽ ഞാൻ പെരുമാറി ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയും. ഇത്രയും കേസുകളാണ് ഇന്ന് ഹോളിയെ കുറിച്ച് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ കൂടുതലായിട്ട് പഠിച്ചതിന് തലയിൽ നിൽക്കില്ല, എപ്പോഴും അങ്ങനെ 20 മിനിറ്റിൽ കൂടുതൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളത്. അപ്പൊ നമ്മള് മുദ്രയെ കുറിച്ച് ഒരു മിനിമം ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടോ, മുദ്ര അക്യുപഞ്ചർ പോയിന്റ്സ് പറഞ്ഞു തന്നു, ഒരു മുദ്ര പറഞ്ഞു തന്നു, ഇതെല്ലാം ഓർമ്മ വയ്ക്കുക. ഹോളി എന്നുള്ള ഡ്രഗ് എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുള്ളത് ഇതാക്കുക. When well indicated drugs doesn't act, holy is prescribed. When too many medicines are indicated, holy is indicated there. അപ്പൊ അവിടെ ഹോളി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. വൈൽഡ് ശാന്ത സ്വഭാവക്കാരനാണ്. ഹോളി ആണെങ്കിൽ പക, വിദ്വേഷം, റിവെഞ്ച്, പാമ്പിനെമാരെയുള്ള പക മനസ്സിൽ കൊണ്ട് നടക്കുന്നു, പ്രവർത്തിക്കുന്നതും ആണ് ശരിക്കും. ഓക്കെ, നന്ദി സാറേ. അങ്ങനെ സാറിന് നമ്മളോട് വാക്ക് പാലിച്ചു, മുദ്രയുടെ ക്ലാസ്സും നമുക്ക് തന്നു. ഇതിലാർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ആണുള്ളത്. ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്ത് തരാം. സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ട്, ഹാൻഡ് റൈസ് ചെയ്യണം. സാറ് 3 മുദ്രയാണ് പറഞ്ഞത്. അതില് ഒന്ന് നമ്മുടെ ചിന്മുദ്ര, ജ്ഞാനമുദ്ര, ജ്ഞാനമുദ്ര എന്നൊക്കെ പറയും. അത് ഏറ്റവും സിമ്പിൾ ആണ്. ഇങ്ങനെ നമ്മള് തുടയിൽ വെച്ചിരിക്കണം. നമ്മൾ നട്ടെല്ല് നിവർത്തി എംപ്റ്റി സ്റ്റൊമക്കിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡീപ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്ത ശേഷം ചെയ്യാൻ പാടുള്ളൂ. എംപ്റ്റി സ്റ്റൊമക്കിൽ വേണോ അത്? എംപ്റ്റി സ്റ്റൊമക്കാണ് അത്. അപ്പൊ നമ്മൾ ഹോമിയോ മരുന്ന് കഴിക്കുന്ന മരത്തിന്റെ മുദ്രകൾ അങ്ങനെ നമ്മളെ ബ്രെയിൻ സെന്ററിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സ്റ്റൊമക്കില് നമ്മളെ അധികം ബ്ലഡ് ഫ്ലോ പോകാൻ പാടില്ല. അല്ല, ദിവസം 3 പ്രാവശ്യം വെക്കണമെങ്കിൽ അപ്പൊ നമ്മള് ദിവസം അതിപ്പോ 3 minutes ഒക്കെ ചെയ്താൽ മതി. നമ്മളിപ്പോ ഊണ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഉണ്ണുന്നതിന് മുമ്പ് ചെയ്യാം, വൈകുന്നേരം ചെയ്യാം, സന്ധ്യാസമയത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കിടക്കുന്നതിന് മുമ്പ് ഇത് ഒന്നും കൂടെ പരിശീലിച്ച് കിടന്നാൽ മതി. ഏത് സമയത്ത് നമുക്ക് ചിന്മുദ്ര നമുക്ക് ഏറ്റവും സുഖം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ വായിക്കുമ്പോഴും TV കാണുമ്പോഴും ഒക്കെ നമുക്ക് വെറുതെ ചിന്മുദ്രയിൽ ഇരിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അത് ആക്ടിവിറ്റി ആയതുകൊണ്ട് എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ ഓവർ ചാർജിങ് വരില്ല. വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഏത് നേരം വേണമെങ്കിലും ഈ മുദ്രയിൽ നമുക്ക് ഇരിക്കാം, പ്രശ്നമില്ല.
സാറ് പറഞ്ഞ് ജ്ഞാനമുദ്രയ്ക്ക് കണ്ണടച്ചിരിക്കണമെന്നല്ലയോ? കണ്ണടച്ചിരിക്കണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ വെച്ചാൽ കണ്ണടച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ TV കാണുന്ന സമയത്താണെങ്കിൽ ഈ ഒരു പോയിന്റ്, ഒരു സെൻസിറ്റീവ് പോയിന്റ് നമ്മൾ പ്രസ് ചെയ്യുകയാണല്ലോ, അപ്പോൾ അത് ആക്ടിവേറ്റ് ആയിക്കോളും. അത് ഈ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ യോഗ, മറ്റേ രാവിലെ മെഡിറ്റേഷൻ, യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെയാണ് കറക്റ്റ് ആയിട്ട് ഇവർ പറയുന്നത്. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഈ മുദ്രയിൽ ഇരിക്കാം. മുദ്രയിൽ ഇരുന്നുകൊണ്ട് ദീർഘശ്വാസം വലിക്കണം. അതെ അതെ, ശ്വാസം ഉള്ളിലോട്ട് വലിക്കുക, നല്ല ശ്വാസം പുറത്തേക്ക് വിടുക. ക്രമേണ നമുക്ക് ഒരു എല്ലാവർക്കും അറിയാനാണ് പ്രാണായാമം. ക്രമേണ എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഒരു 5 പ്രാണായാമം നമ്മൾ പറഞ്ഞു തരാം. നമുക്ക് ഡോക്ടേഴ്സിനൊക്കെ ഇവിടെ അവരാരും ഒന്നും പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. സാധാരണ മറ്റൊരു സിമ്പിൾ ടെക്നിക്ക് മാത്രം പറഞ്ഞുതരാം നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത്. ലതാ മനോഹരൻ ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് സംസാരിക്കാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. നമസ്കാരം ഡോക്ടറെ. പറയും. നമസ്കാരം. 13 വയസ്സുള്ള ഒരു മോനാണ്. പിന്നെ ഇളയ കുട്ടി പെൺകുട്ടി. അപ്പൊ ഭയങ്കര ബഹളാണ് ഈ മൂത്ത കുട്ടി. ഇപ്പൊ ഇളയ കുട്ടിക്ക് ഭയങ്കര കഴിവൊക്കെയാ, ഭയങ്കര കലയും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. മൂത്ത കുട്ടിക്ക് അങ്ങനത്തെ കഴിവൊന്നുമില്ല. പ്രസംഗിക്കാൻ മാത്രം ചേരും. അപ്പം ബാക്കി ഒന്നിനും ചേരില്ല. ഇളയ കുട്ടി എല്ലാത്തിനും ചേരും, എല്ലാത്തിനും ഫസ്റ്റും മേടിക്കും. അപ്പൊ ഈ മൂത്ത കുട്ടിക്ക് ഭയങ്കര ദേഷ്യാണ്. ഇപ്പൊ ഈ കുഞ്ഞിനെ ഉപദ്രവിക്കും, ഇപ്പൊ അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങി ഈ അടുത്ത്. അപ്പൊ ഇയാൾക്ക് നമ്മള് മറ്റേ ഹോളി ആദ്യം കൊടുക്കുന്നു. ഒരു മാസം 3 നേരം വെച്ച് കഴിക്കും. ശരി ഡോക്ടർ. ഒരു മാസം കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയുണ്ട്. അത് മാത്രം കൊടുത്താൽ മതി ഇപ്പൊ? അപ്പൊ അത് മതി. ശരി. ശരി ശരി. മാഡം അതിലെ ഒരു സംഭവമാണ്. ഡോക്ടർ അനിൽകുമാറാണേ. ഈ മിക്ക പാരന്റ്സിനും ഇളയ കുട്ടി വരുമ്പോഴേ ഇളയ കുട്ടിയെടുത്താണ് ഭയങ്കര സ്നേഹം. അതെ, അതാണ് പ്രശ്നം. അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്കണം മാഡം, പറഞ്ഞു കൊടുക്കണം. കാരണം ഇളയ കുട്ടി വന്ന് അവരിതൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഇളയ കുട്ടിയുടെ ഭയങ്കര സ്നേഹം. അപ്പൊ മൂത്ത കുട്ടി വാച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. സാറ് പറഞ്ഞ പോലെ ഹോളി കൊടുക്കാം. ഓക്കെ, അത് ഇതും കൂടെ അഡ്വൈസ് പറഞ്ഞു വേണം. ഇളയ കുട്ടിയെ മൈൻഡ് ചെയ്യണ്ട, മൂത്ത കുട്ടിയെ മൈൻഡ് ചെയ്യാൻ പറയാ. അവന് അപ്രീസിയേഷനേ കിട്ടുന്നില്ല. അവന്റെ അടുത്ത് പറയാ അപ്രീസിയേഷൻ കിട്ടുന്നില്ല. അപ്പഴത്തേക്ക് പാരയാവും. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. മിക്ക കേസിലും അതാണ്. പാരന്റ്സിലും മാറ്റങ്ങൾ വരുത്തണം. പാരന്റ്സിന് മാറ്റം വരുത്തണം. സാറ് പറഞ്ഞ പാരന്റ്സിന് മാറ്റം വരുത്തണം, ഇല്ലെങ്കിൽ പണിയാണ്. അതെല്ലാരും ശ്രദ്ധിക്കുക. താങ്ക് യു ഡോക്ടറെ. നന്ദി കുമാർ ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യാം. സാറ് രണ്ടാമത് പറഞ്ഞ മുദ്ര നമ്മുടെ പ്രായം കുറയ്ക്കാന്, അതിന് പേരെങ്ങനെയാണുള്ളേ? അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ നെക്സ്റ്റ് ടൈം പറയാം. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. അത് ഇടത്തെ തള്ളവിരല് കൊണ്ട് വലത്തെ കൈയുടെ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് മുഖത്തോട്ട് 20 സെക്കൻഡ്സ് ചിന്മുദ്രയില് നമ്മളെ മുഖത്തേക്കിട്ട് നമ്മുടെ ഇതിന് ചൂണ്ടുക. അപ്പൊ നമ്മള് ദൃഷ്ടി എങ്ങോട്ട് വേണം? ഈ നമ്മുടെ ചിന്മുദ്രയിലേക്ക് നമ്മുടെ കൈനെ തന്നെ നമ്മൾ നോക്കുക. എത്ര മിനിറ്റ്? അത് കുറച്ചൊരു ഫ്യൂ മിനിറ്റ്സ് ഒക്കെ മതി. അത്രയൊക്കെ പറ്റും. 3 മിനിറ്റ്സ് ഒക്കെ മതി. ആ മുദ്രയിലേക്ക് തന്നെയാ നോക്കണ്ടേ അല്ലേ ഡോക്ടർ? അതെ. സംശയമുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യണേ. നമ്മുടെ ഐസൈറ്റിന്റെ കാര്യമൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ എന്തായാലും നമ്മുടെ പ്രാക്ടിക്കൽ ചെയ്യണം. മരുന്ന് കൊടുക്കുന്നവർ കൂടിയിട്ട് കണ്ണടയിട്ട സ്റ്റുഡൻസ് ഒക്കെയാണ് കുട്ടികളെ ട്രീറ്റ്മെന്റ് വരുന്നെങ്കിൽ ഈ ഒരു മുദ്ര ഐസൈറ്റിന്റെ അക്യുപ്രഷർ പോയിന്റ് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഏത് മുദ്ര? നമ്മളാ മറ്റേ ഈ തമ്പിൽ ഒരു 20 ടൈംസ് പ്രസ് ചെയ്യാനും
ആ ഈ രണ്ട് വിരലിന്റെ ഡെയിലി 50 പ്രാവശ്യം പ്രസ് ചെയ്യാനും. ആ ആ അത് ഈ ഇടത്തെ കൈയുടെ തമ്പിനാണ്, വലത്തെ ഇടത്തെ അല്ല. കൈയും ചെയ്യാം വലത്തെ കൈയും ചെയ്യാം, രണ്ടും ചെയ്യാം. ഇല്ല, തമ്പിലും പ്രസ് ചെയ്യണം, മിഡിൽ ഫിംഗറിനും ഫിംഗറിനും ഫിംഗറിന്റെ ഇടയ്ക്ക് ഇടയിൽ താഴത്തെ ഭാഗം, മിഡിൽ ഫിംഗറിന് 50 പ്രാവശ്യം. ഇൻഡെക്സ് ഫിംഗറിന് താഴത്തായിട്ട്. 50 പ്രാവശ്യം. അതെ അതെ അതെ. ഇവിടെ 50 പ്രാവശ്യം, ഇവിടെ 20 പ്രാവശ്യം. തമ്പ് 20 പ്രാവശ്യം. പിന്നെ നമ്മുടെ ഈ ഒരു ഇൻഡെക്സ് തള്ളവിരലിന്റെ ഹമ്പ് ഭാഗം ഉണ്ടല്ലോ, ഇത് ഇവിടെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റ് അമർത്തി കഴിഞ്ഞാൽ തൈറോയ്ഡ് സംശയമുള്ള പേഷ്യൻസ് ആണ് നമുക്ക് വരണമെങ്കിൽ ഇതിന് അമർത്തി കഴിഞ്ഞാൽ വായ പടയ്ക്കും, വായ പടയ്ക്കും. ഇതൊരു പ്രഷർ പോയിന്റ് ആണ്. ഇതിന് അമർത്തി കഴിഞ്ഞിട്ട് തൈറോയ്ഡ് പേഷ്യൻസ് ആണ് വായ പടയ്ക്കും. തൈറോയ്ഡ് പേഷ്യന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റേ വേദനിച്ചിട്ട് വായ പൊളിക്കും. നമ്മൾ സാധാരണ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വേദനയ്ക്കില്ല. തൈറോയ്ഡ് പേഷ്യൻസ് ആണ് വേദനിച്ച് വായ പൊളിക്കും. വിത്തൗട്ട് ടെസ്റ്റിംഗ് തന്നെ നമുക്ക് അവിടെ തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടോ എന്ന് മനസ്സിലാക്കാം, ഈസി ആയിട്ട് മനസ്സിലാക്കാം. പിന്നെ അവരോട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഞാൻ ചെയ്ത കാര്യമാണ്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. എന്തായാലും നല്ല അറിവുകൾ. നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സ് പറഞ്ഞാല് നമ്മുടെ ഫീൽഡ് ഏത് മരുന്നുകൾ കൊണ്ട് മാത്രമല്ല, ആൾട്ടർനേറ്റീവ് തെറാപ്പീസ് എല്ലാം നമ്മൾ കുറേശ്ശെ ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം സക്സസ് ആകാൻ പറ്റും നമുക്ക്. ഒന്നല്ലെങ്കിൽ പ്ലാൻ, അല്ലെങ്കിൽ പ്ലാൻ ബി, അല്ലെങ്കിൽ പ്ലാൻ സി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാം കൂടെ ആദ്യം തന്നെ വളമ്പേണ്ട കാര്യമില്ല. ആദ്യം മരുന്ന് കൊണ്ട് നോക്കുക, പിന്നെ കൗൺസിലിംഗ് കൊണ്ട് നോക്കുക, പിന്നെ നമ്മൾ മുദ്രാസ് എടുക്കുക, മാഗ്നറ്റിക് തെറാപ്പി, ഫാഷൻ, അങ്ങനെ നമ്മൾ വന്ന പേഷ്യൻസിനെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാതെ നമ്മൾ പല മെത്തേഡ്സും നമുക്ക് ട്രൈ ചെയ്യാം സാർ. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? സാർ, ഞാൻ ഈ ഹോളി കൊടുത്ത് എനിക്കൊരു അനുഭവം ഉള്ളത് ഞാൻ പറയട്ടെ. ഞാന് ലേബറാണ്. കുട്ടിയല്ല, 38 വയസ്സായി. പക്ഷെ ബുദ്ധിയില്ലാത്ത, ബുദ്ധിമാന്യമുള്ള അവര് അമ്മ ആരോടും മിണ്ടാൻ പാടില്ല, പോലും അമ്മയോട് മിണ്ടാൻ പാടില്ല. അങ്ങനെ ഭയങ്കര ദേഷ്യമാണ്. അത് ഒരുപാട് പിന്നെ വയലന്റ് ആവും അങ്ങനെ അച്ഛൻ തന്നെ മിണ്ടിക്കഴിഞ്ഞാൽ. ആ ഒരു സ്റ്റേജില് ആണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അതിപ്പോ ഹോളി കൊടുത്ത് ഭയങ്കര മാറ്റം എനിക്ക്. ഇപ്പൊ ആ ഒരു മാഷ് റെമഡീസ് ഒക്കെ കേൾക്കുന്ന ആൾക്കാർ അവരെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡോക്ടർമാർക്ക് ഈ ഒരു സിസ്റ്റത്തില് വിശ്വാസം വരികയും അത് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള പ്രയോജനമായിട്ട് മാറും. അപ്പൊ നമ്മൾ എല്ലാ ഡോക്ടേഴ്സും അവരുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നോക്കുക നമുക്ക് ഈ ഒരു വേദിയിൽ. ഇന്നലെ ഞങ്ങൾക്ക് രമാദേവി അമ്പാടി മാഡം കുറച്ച് കോമൺ ആയിട്ട് ഈ ബാക്ക്ലർ റെമഡിയുടെ കുറച്ച് സിംറ്റംസ് പറഞ്ഞ് കുറച്ച് മെഡിസിൻ പറഞ്ഞു ഇന്നലെ. ഏതായാലും എല്ലാവർക്കും വളരെയധികം താല്പര്യവുമുണ്ട്, ഉപയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ട്. എളുപ്പമുണ്ട്. അഗ്രവേഷൻ ഉണ്ടാകുന്നോ അങ്ങനെയൊന്നും ഭയപ്പെടാതെ മെഡിസിൻ കൊടുക്കാന്നുള്ളതാണ് വലിയൊരു കാര്യം. ഇനി കഴിഞ്ഞ ക്ലാസ് നമ്മൾ ക്രാബാപ്പിളിനെ കുറിച്ച് പറഞ്ഞിട്ട് ക്രാബാപ്പിൾ വളരെയധികം യൂസ്ഫുൾ ഡ്രഗാണ്. അത് എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ച് പരിശീലിക്കണം. കൊടുക്കുന്നുണ്ട്, ഞാനിപ്പോ കൊടുക്കാൻ തുടങ്ങി. തുടങ്ങി സാർ. കാറിന് വേണ്ടി ഒന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ പറയാം, റെസ്ക്യൂ റെമഡിയൊക്കെ ആൾവേസ് ക്യാരി എ ബോട്ടിൽ ഓഫ് റെസ്ക്യൂ റെമഡി വിത്തിൻ ourselves whenever we go outside. എപ്പോഴാണ് എവിടെ വെച്ചിട്ടാണ് റെസ്ക്യൂ റെമഡി നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുക നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് തന്നെ യൂസ് ചെയ്യാം. നമുക്ക് മറ്റേ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ കൈ പൊള്ളിക്കഴിഞ്ഞാൽ ഫ്യൂ ഡ്രോപ്സ് ഓഫ് റെസ്ക്യൂ റെമഡി വെള്ളത്തെ കലക്കി നമ്മുടെ കൈ അതിന് മുക്കി വെച്ചാൽ മതി. വിത്തിൻ സെക്കൻഡ്സ് നമുക്കത് മാറ്റാൻ പറ്റും. റെസ്ക്യൂ റെമഡി നാക്ക് പൊള്ളി കഴിഞ്ഞാൽ നാക്കിൽ ഡയറക്റ്റായി വെച്ചിട്ട് നോക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ കാൻസറിസ്മാരെ തന്നെ നമുക്ക് മാറ്റം വരും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വാതിലിന്റെ ഇടയിൽ നമ്മുടെ വിരല് പെട്ട് മറ്റേ നീലം കങ്ങിക്കഴിഞ്ഞാൽ റെസ്ക്യൂ റെമഡി ഫ്യൂ ഡ്രോപ്സ് വെള്ളത്തെ കലക്കിയിട്ട് അതിൽ കൈ മുക്കി നോക്കുക. വിത്തിൻ മിനിറ്റ് നമുക്ക് നോർമലായിട്ട് മാറാൻ കഴിയും. അത് നമ്മൾ ആദ്യം റെസ്ക്യൂ റെമഡിയെ കുറിച്ച് അറിയുമ്പോഴേ നമ്മുടെ വീട്ടില് ഞാനും ഫാദറൊക്കെ ട്രൈ ചെയ്ത ഒരു മെത്തേഡായിരുന്നു.
ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഹാൻഡ് റൈസ് ചെയ്തില്ലെങ്കിലും സംശയമുള്ളത്. ഇനി നമുക്ക് അധികം സമയമില്ല, 7-8 മിനിറ്റേ ഉള്ളൂ. സാറിനോട് എന്തെങ്കിലും പ്രത്യേകം ചോദിക്കാനുണ്ടെങ്കിൽ. നമ്മുടെ ഈ മുദ്രകളിൽ തന്നെ ഹെയർ ഫോളിങ്ങിന് ഉള്ള മുദ്രാസ് ഉണ്ട്, സ്റ്റൊമക് കോൺസ്റ്റിപ്പേഷൻ ഉള്ള അതുണ്ട്, പാനിക് സിൻഡ്രോം പാനിക് അറ്റാക്ക് വരുന്നതിനുള്ളതുണ്ട്. അങ്ങനെ ഒരു മിനിമം നമ്മൾ ഡെയിലി പ്രാക്ടീസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ ഒരു 10-15 മുദ്രകൾ നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് 2-3 പഠിപ്പിച്ചു തരും. ഹൈപ്പർ ടെൻഷന്റെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് പറയാമോ? ഹൈപ്പർടെൻഷൻ അടുത്ത ക്ലാസ്. കാരണം എന്താ പെട്ടെന്ന് നമ്മൾ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ വെക്കില്ല, നമുക്ക് പ്രായമായ ആൾക്കാർ. ശരി. അപ്പൊ ഈ പറഞ്ഞതിന്റെ വീഡിയോ തന്നെ ധനേഷ് ഡോക്ടർക്ക് ഷെയർ ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരും. വിഷ്വൽ കാണണം, വിഷ്വൽ കണ്ടാലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. ശരി ഡോക്ടർ. ഇത് എവിടുന്നാണ് സാറ് പഠിക്കുന്നത് സാറ്? ഇത് നമുക്ക് ശരിക്കും പറഞ്ഞ ബുക്ക് തന്നെ വാങ്ങിക്കാം. മുദ്രാ തെറാപ്പി പറഞ്ഞ ബുക്ക് തന്നെ വാങ്ങിക്കാം, കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നു. പക്ഷെ എവിടുന്നെങ്കിൽ ആരെങ്കിലും ഒരാളത് പറയണം ഇങ്ങനെ സംഭവം ഉണ്ട്, നമുക്ക് പ്രാക്ടീസിന് ഉപയോഗിക്കാന്ന് പറയുമ്പോഴായിരിക്കും അതിൽ നമുക്ക് താല്പര്യം വരും. അല്ലാണ്ട് നമ്മളൊന്നും ബിസി പ്രാക്ടീഷൻസ് ഒന്നും ഇതിലേക്ക് ഇൻട്രസ്റ്റ് വരില്ല. അപ്പൊ നമുക്ക് ശരിക്കും ഔട്ട് ഓഫ് ദ വേ എന്തെങ്കിലും ഒരു പേഷ്യന്റിനെ നമ്മൾ സഹായിക്കണം എന്ന് തോന്നുമ്പോഴായിരിക്കും നമ്മൾ ആൾട്ടർനേറ്റ് തെറാപ്പിയിലേക്ക് നമ്മുടെ മനസ്സ് ചെല്ലും. അതായത് ബിസി പ്രാക്ടീഷൻസ് അത് പറ്റില്ല, പറഞ്ഞെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇപ്പോഴാണ് കേൾക്കുക തന്നെ ചെയ്യുന്നത്. ഇനി എന്താ ഡോക്ടർ, ഇനി ശരിക്കും പറഞ്ഞാൽ ഞാനിത് പഠിക്കുന്ന കളർ തെറാപ്പി ഉണ്ട്. അതുകൂടെ വേണം സാറേ. എന്തായാലും സാറിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് പങ്കുവെച്ചേക്കണേ സാറേ. ഓക്കെ, ഞാൻ അവിടെ അതൊക്കെ ഒന്ന് ആദ്യം ഞാൻ റീവൈൻഡ് ചെയ്തെടുക്കണം, അത്രയും. സാറിന് അതൊക്കെ ഓർമ്മയിലേക്ക് വരും അന്നേരം. അതെ അതെ. സാർ ഞാൻ ക്ലാസ് എടുക്കുന്ന അങ്ങോട്ട് എനിക്ക് നല്ലോണം ഓർമ്മ കിട്ടുമല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുമല്ലോ എനിക്ക്. ഇപ്പൊ തൃശ്ശൂർ ഇന്നോവേഷനിൽ പോകുന്നുണ്ടോ സാറ്? ഇപ്പൊ പോവാറില്ല, ഇപ്പൊ കോവിഡിന് ശേഷം പോവാറില്ല. എനിക്ക് ഓൺലൈനില് കുറെ പേഷ്യൻസ് ഇങ്ങനെ വരാറുണ്ടാണ്. ഓട്ടിസം കേസ്, ഡിപ്രഷൻ കേസ്, അങ്ങനത്തെ കേസുകളൊക്കെയാണ് വരുന്നത്. ഇപ്പൊ കുറെ റിലാക്സ്ഡ് ആണ്. കുറെ ഞാൻ ഫാമിംഗ് ഒക്കെ ഉണ്ട്, അപ്പൊ അതിലാണ് കൂടുതലായിട്ട് എനിക്ക് ശ്രദ്ധ. ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് വന്നവരെ മാത്രമേ ഇപ്പൊ നോക്കുന്നുള്ളൂ. ഞാൻ അധികം അക്യൂട്ട് പ്രാക്ടീസ് കുറവാണ്. കുറവെന്നല്ല, ഞാൻ അതിനെ മാറ്റി കുറച്ച് ഒരു 10 ഏക്കറോളം നെൽകൃഷി തന്നെയുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ എന്റെ മനസ്സ് ഡൈവേർട്ട് ചെയ്യാം. അപ്പൊ ഏത് നേരം നമ്മുടെ ജീവിതം രോഗികളിൽ സമയം കളയാൻ റിട്ടയർമെന്റ് ലൈഫിലേക്ക് മാറ്റി വെച്ചതാണ്. ആവശ്യമുള്ളവർക്ക് വന്നാൽ ഞാൻ കൺസൾട്ട് ചെയ്യും. എത്ര മണിക്കൂർ വേണം ചെലവഴിച്ച് നമ്മൾ അതിനെ കേൾക്കാറ്. അവിടെ ധാരാളം ദൂരത്ത് നിന്നൊക്കെ പലതും നമുക്ക് ഇങ്ങനെ കിട്ടാറുണ്ട് ആൾക്കാർ. സാറേ, സംശയം ചോദിക്കാൻ വേണ്ടിട്ട് ഫോൺ നമ്പറും കൂടെ ഒന്ന് തരാവോ? അറിയാലോ, എനിക്കുള്ളൂ. 944 സാറേ 94463 77982 982. താങ്ക് യു സാറേ. ധനേഷ് ഡോക്ടർ എന്തെങ്കിലും പറയുന്നോ? ധനേഷ് ഡോക്ടർ ഉണ്ടോ? ധനേഷ് ഡോക്ടറുടെ അഭിപ്രായം പറയാം. ഡോക്ടർക്ക് എന്റെ ക്ലാസ് നിങ്ങൾക്കൊക്കെ മതിയെങ്കിൽ എപ്പോ വേണമെങ്കിൽ പറഞ്ഞ് നിർത്താട്ടോ. ഞങ്ങക്ക് പോരാന്നുള്ള അഭിപ്രായമുള്ളൂ. ക്ലാസ്സൊന്നും നിർത്തരുത്. ഞങ്ങക്ക് എല്ലാ ആഴ്ചയിലും ഓരോ ദിവസം സാറ് വന്ന് ക്ലാസ് എടുക്കണം. ഒരാഴ്ചയിൽ ഒരു ക്ലാസ് വെച്ച് തരണം സാറേ. വളരെ എനിക്ക് പകരുന്നതാണ്, അത് ഞാൻ ഒരിക്കലും പഠിച്ചില്ല. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ഡോക്ടറെ തോന്നുന്നു. സാറേ, എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ? പകൽ എപ്പോഴും ഇങ്ങനെ ഉറക്കം വരുന്ന പേഷ്യന്റ് എവിടെ ഇരുന്നാലും ഇങ്ങനെ തൂങ്ങിപ്പോവും. കുറച്ച് 60 വയസ്സ് കൂടുതലുണ്ട്, 65 വയസ്സൊന്നും ഉണ്ട്. അപ്പൊ എവിടെ ഇരുന്നാലും തൂങ്ങിപ്പോവും. അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട ക്ലിമാറ്റിസം. ബസ്സിലിരുന്നാ ഉറങ്ങും, ബസ്സിൽ നിന്നുകൊണ്ട് ഉറങ്ങും, ട്രെയിനിൽ നിന്ന് ഉറങ്ങും, താഴത്തെ ഇരുന്നാ ഉറങ്ങും. ഞാനൊരു പെൺകുട്ടിയെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് അവരുടെ പാരന്റ്സ് വന്നിട്ട് പറഞ്ഞ കുട്ടിക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. പക്ഷെ
ബുക്കിന് മുമ്പിൽ നിന്ന് ഉറങ്ങാനാണ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പൊ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ് ഉറക്കം ജാസ്തിയായിട്ട് കുട്ടിയുടെ പഠിപ്പ് മോശമാവുക പേടിയാണ്. ഞാൻ ക്ലിമാറ്റിക്സ് ആണ് അന്ന് കൊടുത്തത്. അതുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ മാർക്കും പാസ്സായി. എത്ര മാസം കൊടുക്കണം ഡോക്ടറെ? മാസക്കണക്കിന് ഇത്ര മാസം നമ്മൾ ഒരിക്കലും പറയരുത്. ആദ്യം ഒരു 1 മന്ത് കൊടുത്തിട്ട് അവർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യാൻ പറയും. നെക്സ്റ്റ് മന്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറയും. അത്രയൊന്നും പ്രൊലോങ് ചെയ്യില്ല. അതിന് മുമ്പ് റിസൾട്ട് വരും. ശരി, താങ്ക് യു ഡോക്ടറെ. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കേസ് കിട്ടിയ സാറേ, നല്ലപോലെ പഠിക്കുന്നുണ്ട്, പക്ഷെ ചോദ്യം ചോദിച്ചാലൊക്കെ പറയുന്നുണ്ട് മാർക്കില്. അതിപ്പം +1-ലായൊരു കുട്ടിയാണ്. പക്ഷെ പേപ്പറിലൊന്നുമില്ല. അങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പക്ഷെ കൊടുത്തത് ക്ലിമാറ്റിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോൾ പേടിയുണ്ട്. മിമിലസും ക്ലിമാറ്റിക്സും ഹോൺബീമും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് മതിയല്ലേ സാറേ? അപ്പൊ ഇപ്പൊ മതി. അത് കോഴ്സ് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് അവർ പറയട്ടെ. അവര് പക്ഷെ ബഹറിനിലാണ് ഞാൻ കൊടുത്ത്. പക്ഷെ 3-3ആയിട്ടാണ് കൊടുത്തു വിട്ടേക്കുന്നത്. കുഴപ്പമില്ല. അങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട്. സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ അതിന്. എനിക്ക് ഇതുപോലുള്ള ഒരു കേസ്, ഒരു കുട്ടി +1 പഠിക്കുന്ന കുട്ടിയാണ്. അവൻ എല്ലാം പഠിക്കും, ഇതുപോലെ എഴുതാനായിട്ട് അവന് ഒന്നും ഓർമ്മ കിട്ടത്തില്ല. അപ്പൊ ഞാൻ അനാക്കാർഡിയാണ് കൊടുത്തത്. ഇപ്പൊ അവന് നല്ല ഓർമ്മശക്തി ഉണ്ടെന്നാ പറയുന്നത്. അവൻ എഴുതുന്നുണ്ട്, പേടി മാറി. അപ്പൊ അനാകാർഡിയൻ തന്നെ പൊട്ടൻഷ്യൽ റൈസ് ചെയ്ത് വരിക ക്രമേണ. നമ്മൾ ശരിക്കും റീഡിങ് ആവേശം പറഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ ചിലർക്ക് വായിക്കാൻ പറഞ്ഞാൽ താല്പര്യം ഉണ്ടാവട്ടെ കുട്ടികളാണെങ്കിൽ ഹോൺബീം വൈൽഡ് ഔട്ട് കൊടുക്കുന്നത്. അവേഴ്സൺ ടു റീഡിങ് കുട്ടികളെ സ്കൂളിൽ പോകുന്ന കുട്ടികള് ചില പാരന്റ്സ് പറയും എന്റെ മകൻ ഒരു സാധാരണ പുസ്തകം കൈകൊണ്ട് തൊടില്ല എന്ന് പറയും. അവേഴ്സൺ ടു റീഡിങ് ഹോൺബീം ആൻഡ് വൈൽഡ് ഔട്ട്. എഴുതാൻ മടിയാണെങ്കിലോ? എഴുതാൻ മടി എന്ന് പറഞ്ഞാൽ ക്ലിമാറ്റിക്സിലേക്ക് എത്തിയാൽ മതി. നമ്മള് റൈറ്റിങ്ങിന് പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പൊ നമ്മൾ അതിന് ആൾമോസ്റ്റ് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു മടി എന്നുള്ളതിൽ തന്നെ ക്ലിമാറ്റിക്സ് എടുത്ത് നോക്കാം. വൈഡോട്ട് ഇതാണോ ഡോക്ടറെ? റൈറ്റിംഗ് എന്നുള്ളത് നമുക്ക് എടുക്കാം. വർക്ക് അവേഴ്സൺ 2 എന്നുള്ള എടുത്തിട്ട് നമുക്ക് അതിൽ വരുന്ന ക്ലിമാറ്റിക്സ്, ഹോൺബീം, വൈൽഡ് ഔട്ട് അഗെയിൻ. ഇപ്പൊ ലേണിംഗ് ഡിസോർഡറിന് വരുന്ന തൊട്ടാണ് ഈ 3 ക്ലിമാറ്റിക്സ്, ഹോൺബീം, വൈൽഡ് ഔട്ട്. സ്നീസിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുന്നതിന് മുമ്പും തുമ്മല്. അങ്ങനെ തുമ്മലിന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുന്നതിന് മുമ്പ് ക്രാബ് ആപ്പിൾ 3 ടൈംസ് കഴിക്കണം. ഒരു ടോക്സിസിറ്റി എന്തെങ്കിലും ബോഡി ഉണ്ടെങ്കിൽ അത് മാറട്ടെ. അങ്ങനെ നമ്മുടെ സമയം 10 മണിയായി. സാറിന് നന്ദി പറയുന്നതിന് ലതാ മനോഹരൻ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നന്ദി മറിയാമ്മ ഡോക്ടറെ. ഗോപാലകൃഷ്ണൻ സാറിന് എന്താ പറയണ്ടേ, പാദ നമസ്കാരം ചെയ്തുകൊണ്ട് നന്ദി. എൻ്റെ പേരിലും ഇവിടെ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാരുടെയും അഭ്യുദയകാംക്ഷികളുടെയും പേരിലും IFPHന്റെ പേരിലും നന്ദി നമസ്കാരം അറിയിക്കുന്നു. ഇനിയും നല്ല ക്ലാസ്സുമായിട്ട് എല്ലാ ആഴ്ചയിലും അന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിവ് പകർന്നു തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടറെ, അങ്ങനെ ഇന്ന് നമുക്ക് വളരെ ഒരു നല്ല ക്ലാസ് സാറ് നമുക്ക് തന്നു. നമ്മുടെ ഇങ്ങനെ ഒരു നല്ല ക്ലാസ് തരുന്നതിന് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ 1412 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.
ധനേഷ് ഡോക്ടർ കഴിഞ്ഞു. ഞാൻ വിളിച്ചിരുന്നു സാറിന്. ധനേഷ് ഡോക്ടറെ